ഹലോ, എല്ലാ ദിവസത്തെ പോലെ പുതിയൊരു സ്ഥലത്തേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത്. വഴിയൊന്നും അത്ര പരിചയമില്ലാത്തതുകൊണ്ട് ഗൂഗിൾ മാപ്പ് നോക്കിയാണ് പോകുന്നത്. നിങ്ങൾ ഈ വീഡിയോ ഫുള്ളായി കേട്ടാൽ മനസ്സിലാകും. തിരുവനന്തപുരം അക്കരക്കര കീഴാറിനടുത്തുള്ള ആമപ്പാറ എന്ന സ്ഥലത്തേക്കാണ് ഇന്ന് നമ്മൾ പോകുന്നത്. അങ്ങ് അറ്റം വരെ വണ്ടി പോകത്തില്ല. അതുകൊണ്ട് നടന്നു വേണം പോകാൻ. അവസാനം ഗൂഗിൾ മാപ്പിൽ കാണിച്ച പാറയുടെ ലൊക്കേഷൻ കിട്ടി. പക്ഷെ അവിടേക്ക് പോവേണ്ട വഴി ഗൂഗിൾ മാപ്പ് കറക്റ്റായി കാണിച്ചു തരത്തില്ല. നമ്മൾ തന്നെ സ്വന്തമായിട്ടൊരു വഴി കണ്ടെത്തിയാണ് പോയത്. പിന്നെ നിങ്ങൾക്കിവിടെ വരാൻ പ്ലാൻ ഉണ്ടെങ്കിൽ കയ്യിൽ കുറച്ച് ഫുഡും വെള്ളവും കരുതി വെച്ചിരിക്കുക. അത്യാവശ്യം കാട് ഏരിയ ആയതുകൊണ്ട് പാമ്പിനും ചിലന്തിക്കും ഒട്ടും കുറവില്ല. അതുകൊണ്ട് സൂക്ഷിച്ചും കണ്ടും വരിക. അങ്ങനെ കുറച്ചു നേരം റെസ്റ്റ് എടുത്തതിന് ശേഷം നമ്മൾ വീണ്ടും മല കയറാൻ തുടങ്ങി. ഈ ഗുഹ ഒരു 3 സ്റ്റേജ് ആയിട്ടാണ് ഉള്ളത്. ആദ്യം കയറിയിട്ട് റൈറ്റ് സൈഡിൽ കയറാം, വീണ്ടും കയറിയിട്ട് റൈറ്റ് സൈഡിൽ കയറണം, എന്നിട്ടും കയറിയിട്ട് റൈറ്റ് സൈഡിലോട്ട് കയറണം. അങ്ങനെ മാത്രമേ ഇതിന്റെ മേളിൽ എത്താൻ പറ്റുള്ളൂ. അവസാനം പാറയിൽ എത്തിയെന്ന് വിചാരിച്ചപ്പോൾ കിടക്കുന്നത് വീണ്ടും ഒരു മല പോലത്തെ പാറ. അത് നമ്മൾ കുരങ്ങന്മാരെ പോലെയാണ് കൈവച്ച് കയറിയത്. അതുകൊണ്ടായിരിക്കും ഈ പാറയ്ക്ക് ചൊക്കം പാറ എന്നും ഒരു പേരുണ്ട്. അങ്ങനെ അവസാനം കയറിയിട്ടുണ്ട്. ഇത് കേൾക്കുമ്പോൾ സിമ്പിൾ പോലെ തോന്നും, പക്ഷെ ഇതുവഴിയാണ് നമ്മൾ കയറിയിട്ടുള്ളത്. മുകളിലെ എല്ലാ പാറകളും പോലെ ഒരു ബ്യൂട്ടിഫുൾ വ്യൂ ആണ് ഉള്ളത്. പിന്നെ ഫോൺ കൊണ്ട് വീഡിയോ എടുക്കുന്നവർ ഒന്ന് സൂക്ഷിക്കണം. ഇവിടെ ഭയങ്കര കാറ്റാണ്, താഴെ പോകാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ അവസാനം നല്ലൊരു സ്പോട്ട് കണ്ടെത്തി ഫുഡ് കഴിക്കുന്ന സമയത്താണ് നമ്മൾ മറ്റൊരു പാറയെ ശ്രദ്ധിക്കുന്നത്. ഈ ഒരു പാറ ഈ ഒരു ഒറ്റ കല്ലിന്റെ ബലത്തിലാണ് ഇങ്ങനെ ചരിഞ്ഞു നിൽക്കുന്നത്. എന്ന് ഈ കല്ല് പൊട്ടുന്നു അന്ന് ഈ പാറ മറിയാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഈ പാറയ്ക്ക് ഒരു താങ്ങ് വെച്ചിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയത്. ഇതുപോലത്തെ നല്ല കാര്യത്തിന് ഉറപ്പായിട്ട് ഞങ്ങൾക്ക് സ്വർഗം കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ പാറയുടെ പേര് എക്സാക്ട് ലൊക്കേഷൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം പറഞ്ഞതുപോലെ.